യെസ്, നമ്മൾ മനസ്സിലാക്കി വരുന്ന ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ബൈബിൾ ഭാഗങ്ങളിൽ ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നതാണ് ആരാണ് ആദ്യത്തെ പാപി, പാപം എന്നാൽ എന്ത്. അതിൻ്റെ ഇതംപ്രദമായ പഠനങ്ങളിൽ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലാണ്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അപ്പം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉളവാക്കിയ ദൈവം തിന്മയെ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് അവിടെ അർത്ഥം. എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബൈബിൾ 31,173 വാക്യങ്ങളും 1,189 അധ്യായങ്ങളുമുള്ള ഈ 66ഉം 73ഉം അതുപോലെ 81ഉം പിന്നെയും 4 തരത്തിലുള്ള ബൈബിൾ ഇന്ന് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതിന്റെ ഒതന്റിസിറ്റി നമുക്ക് വേറെ വിധത്തിൽ ചിന്തിക്കേണ്ടതാണെങ്കിലും ഈ 66 പുസ്തകങ്ങളുടെ സമാഹാരത്തിൽ എല്ലാത്തിലും ഉള്ളതാണ് ഉൽപ്പത്തി പുസ്തകം. ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു എന്നാണ്. ആ ഈവിൾ, നന്മ തിന്മകളുടെ ഞാൻ പരിഭാഷ നോക്കിയപ്പോൾ അതിനകത്ത് ഈവിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈവിളിന്റെ സിനോണിമസ് അഥവാ അതിന്റെ നാനാർത്ഥം ഇംഗ്ലീഷിൽ വരികയാണെങ്കിൽ വിക്ഡ് എന്നും, ബാഡ് എന്നും, സിൻഫുൾ എന്നും, കറപ്റ്റ് എന്നും, ഹാംഫുൾ എന്നും, ക്രൂവൽ എന്നും, ഇമ്മോറൽ എന്നുമാണ് അതിന്റെ സിനോണിമസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചവൻ ആദ്യമായിട്ട് ഈ വചനപ്രകാരം യഹോവ തന്നെയാണ് എന്നവിടെ യഹോവ അഡ്മിറ്റ് ചെയ്യുകയാണ്. അതിനെ മലയാളീകരിച്ചാൽ, മലയാളത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ, ദുഷ്ടത എന്നും, ക്രൂരത എന്നും, അധർമ്മമെന്നും, അനീതി എന്നും, തിന്മ എന്നും, ദോഷമെന്നും, അതൊന്നും കൂടാതെ തിന്മയുടെ നാനാർത്ഥത്തിൽ പാപം എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആദ്യമായി പാപം സൃഷ്ടിച്ചത് ആരാണ്? ആദ്യമായി പാപം സൃഷ്ടിച്ചത് യഹോവ തന്നെയാണ്. പാപം സൃഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ, തിന്മ സൃഷ്ടിച്ചു എന്ന കാരണത്താൽ ഈ വാക്യപ്രകാരം യഹോവ ഒരു തിന്മനാണോ? അഥവാ ഭാഷാ ശൈലിയിൽ തിന്മ ഉണ്ടാക്കിയവൻ യഹോവ തന്നെയല്ലേ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ വാക്യപ്രകാരം യഹോവ തന്നെയാണ് ആദ്യത്തെ പാപി. യഹോവയാണ് പാപം സൃഷ്ടിച്ചത്. ലോകത്തിൽ നടക്കുന്ന സകല അനീതിയുടെയും പുറകിൽ യഹോവയുടെ കഥകളാണ് ഉള്ളത് എന്ന് അക്കമിട്ട് ഈ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകത നിങ്ങൾ പറയാണ്, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ബോധ്യമാക്കിയാൽ ഞാനത് സ്വീകരിക്കാനും തയ്യാറാണ്. താങ്ക് യു സോ മച്ച്.